என் நெஞ்சில் குடியிருக்கும் அந்த அன்பான புள்ளிகளுக்கும் நண்பா நண்பிகளுக்கும் விஜய் சார் சும்மா அப்படி பண்ணா போதும். அமைதின்னு சொன்னாலே இவ்வளவு பாயிண்ட் வர ஒரே கேங் தான். ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ലക്കി മാൻ യൂട്യൂബ് ചാനൽ. നമ്മൾ വന്നിട്ട് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റും നമ്മൾ ചെയ്യുന്ന ഗാംബ്ലിങ്ങും വന്നിട്ട് ഒരേപോലെയാണെന്ന് ഞാൻ പറയാം. എൻ്റെ കയ്യിലുള്ള കുറച്ച് പോയിന്റ്സ് വെച്ചിട്ടാണ് ഞാൻ ഈ സംഭവം പറയുന്നത്. എന്താ പറയാ, ഭീമനം മാത്രം എന്താ പറഞ്ഞുകൊണ്ട് കഥകൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ എന്താണ് അങ്ങനത്തെ സെറ്റപ്പ്, അതായത് ഇപ്പൊ ചന്തു ചതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒക്കെ ഉണ്ടല്ലോ, ഗ്രേറ്റ് റൈറ്റേഴ്സ് എഴുതിയ പോലെ. ഞാൻ പറയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അതുപോലെ വന്നിട്ട് നമ്മുടെ സ്വന്തം ഗാംബ്ലിങ് വന്നിട്ട് ഒരേപോലെയാണ്. കുറെ കാര്യങ്ങൾ പോയിന്റ്സ് ഉണ്ട്, അത് വെച്ചിട്ട് ഞാൻ പറയാണ് രണ്ടും ഒരേപോലെയാണ്. അപ്പൊ നമുക്ക് നിങ്ങളിതിൽ യോജിക്കുന്നുണ്ടോ ഇല്ലേന്ന് ഈ വീഡിയോയ്ക്ക് ശേഷം കമന്റിൽ നിങ്ങളുടെ വാലിഡ് ആയിട്ട് ഒപ്പീനിയൻസ് പറയാം. ഓക്കെ, പിന്നെ നമ്മൾ പറയാണ് ഇത് വന്നിട്ട് നമ്മള് സ്റ്റോക്ക് മാർക്കറ്റ് സെറ്റ് റെഗുലേറ്റർ ആയിട്ടൊക്കെ നടക്കണമെന്നൊക്കെ നമുക്കറിയാം. എന്നാലും നമ്മൾ നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ എൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ഒരു എല്ലാവരും ലൈക്ക് അടിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പോ കോമൺ ആയിട്ടുള്ള ഒരു ഫസ്റ്റ് കാര്യം പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിലായാലും നമ്മുടെ ഗാംബ്ലിങ്ങിലായാലും രണ്ടും ഹൈ റിസ്കിയാണ്, അതുപോലെ ഹൈ റിട്ടേണിംഗ് ആണ്. സത്യല്ലേ? നമ്മളൊരു എമൗണ്ട് കൊണ്ടുപോയിടുന്നു, അതിന്റെ എത്ര ഇരട്ടി നമുക്ക് ലാഭമായിട്ട് കിട്ടുന്നു. കറക്റ്റ് അല്ലേ? ഇതിപ്പോ സ്റ്റോക്ക് മാർക്കറ്റിലായാലും അത് തന്നെയാണ്, നമ്മുടെ എന്താണ് ഗാംബ്ലിംഗ് ആയാലും അതല്ലേ. ഇതാണ് രണ്ടിന്റെ ബേസിക് സംഭവം. നമ്മൾ വന്നിട്ട് കമ്പനിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അത് സ്റ്റെപ്പ് ആയി കയറി പോകുമ്പോൾ നമുക്ക് പൈസ കിട്ടുന്നു. അതുപോലെ നമ്മള് നമ്മുടെ എന്താ പറയാ ബെറ്റിംഗ് ത്രില്ലിന് വേണ്ടി പൈസ ഇട്ടിട്ട് പൈസ വിളിക്കുന്നു. രണ്ടും രണ്ട് എക്സ്ട്രീം അറ്റത്ത് ഇറങ്ങുന്ന സാധനങ്ങളാണ്. എന്നാലും ഞാൻ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ രണ്ട് സെയിം എന്ന് പറയാം. അതിന് ഞാൻ പറയുന്ന പോയിന്റ്സ് ആണ് നമ്മുടെ വീഡിയോ ഫുൾ, അല്ലാതെ വേറെ അതിനെ കുറിച്ച് വേറെ ഒന്നും സംഭവമൊന്നുമില്ല. അപ്പൊ ഞാൻ കുറച്ച് പോയിന്റ്സ് കാര്യമായി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് പോയത് തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ലീഗൽ ആയിട്ടുള്ള മെത്തേഡാണ്, ഗാംബ്ലിംഗ് ഒരു ലീഗൽ ആയിട്ടുള്ള മെത്തേഡാണ്. അത് ഞാൻ ഫസ്റ്റ് തന്നെ പറയാം. പിന്നെ അതുപോലെ ഗാംബ്ലിംഗ് ഇന്ത്യയിൽ റിസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. ഓക്കെ, അതൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മൾ ഇതൊരു ഫൺ ഫാക്ട് പോലെ എന്താണ് ഇത് രണ്ടും കുറെ ഒരുപാട് സിമിലാരിറ്റീസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വന്നിട്ട് രണ്ടും വന്നിട്ട് പെട്ടെന്ന് ലാഭം കിട്ടും. ശരിയല്ലേ? പെട്ടെന്ന് ലാഭം കിട്ടും. അതിപ്പോ നമ്മൾ ഗാംബ്ലിംഗ് ആയാലും നമുക്ക് പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞാൽ പൈസ നല്ല രീതിയിൽ പെട്ടെന്ന് കിട്ടും, അല്ലെങ്കിൽ നല്ല രീതിയിൽ പെട്ടെന്ന് പോകും. ഇപ്പൊ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എടുക്കുക വെച്ചാൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സ്വന്തം ക്യാഷ് വന്നിട്ട് ഒരു സെബി റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടിടുന്നു. നമുക്ക് തോന്നുകയാണ് ഈ വരുന്ന സ്റ്റോക്ക് വന്നിട്ട് ഈ വരുന്ന ഇന്നത്തെ ദിവസം ഇത്ര ഹൈയിലേക്ക് പോകും, അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട് ഇത്ര ഹൈയിലേക്ക്. ഇപ്പോ 10 രൂപ ഇട്ട് കഴിഞ്ഞ് ഇതൊന്നും ചിലപ്പോൾ 25 30 രൂപ കിട്ടും ഒരു സ്റ്റോക്കിന്. അപ്പൊ എന്താണ് സംഭവം, നമ്മൾ പൈസ ഇടുന്നു, നമ്മൾ ഹൈ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ സാധനങ്ങൾ ചെയ്യുന്നത്. ഒരാളും വന്നിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ കുറച്ച് പൈസ അല്ലെങ്കിൽ ഇട്ട പൈസ കിട്ടണം എന്ന് വെച്ചിട്ടല്ല ചെയ്യുന്നത്, രണ്ടും പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ അപ്പൊ കുറച്ച് പേര് പറയും സ്റ്റോക്ക് മാർക്കറ്റ് സ്കില്ല് കൊണ്ട് മാത്രം ഇതാക്കാൻ പറ്റും, അത് നമ്മുടെ ഡ്രീം 11 അത് വെച്ചിട്ടാണ് നമ്മളവിടെ ലീഗലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റ് പറയുന്നത് സ്കില്ലിന്റെ ബേസിലാണ് ഇവിടെ പൈസ കിട്ടുന്നത്. നമ്മൾ തന്നെ ഒരുപാട് എന്താ പറയാ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാർ എക്സ്പേർട്ട് ആയിട്ടുള്ള എല്ലാവരും അവര് വന്നിട്ട് ഒരിക്കലും വന്നിട്ടില്ല ഞങ്ങൾ ചെയ്ത എല്ലാ ട്രേഡിലും വന്നിട്ട് പ്രോഫിറ്റ് മാത്രം കിട്ടിയിട്ട് പോകും. പിന്നെ ഇവരെന്നെ സെബി തന്നെ പുറത്തു വിട്ടിട്ടുണ്ട് ഓൾമോസ്റ്റ് എത്രയോ പെർസെന്റേജ് ആണ്. എനിക്ക് തോന്നുന്നു എബവ് 70% മുകളിലുള്ള ആൾക്കാർക്ക് ലോസ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ശതമാനം ആൾക്കാർ മാത്രമാണ് എന്ത് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ പൈസ ഇട്ടിട്ട് റിച്ച് ആവുന്നുള്ളൂ. ബാക്കി എല്ലാവരും ലോസ് തന്നെയാണ് ഫേസ് ചെയ്യുന്നത്. ഏതൊരു ആഡിലും വീഡിയോസിലും ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് വായിച്ച് പേപ്പർ വായിക്കണം ആളൊന്നല്ല. പക്ഷെ നമ്മൾ ആഡ് പോലത്തെ പരസ്യങ്ങൾ ഗൂഗിൾ ആഡ്സിലൊക്കെ വരുമല്ലോ, നമുക്ക് തുറക്കുമ്പോൾ ന്യൂസുകൾ, അതുപോലത്തെ ന്യൂസുകൾ യൂട്യൂബ് ചാനലിലൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് ഇടുന്നവർക്ക് എല്ലാവർക്കും ലാഭം കിട്ടുന്നില്ല, നല്ല രീതിയിൽ നഷ്ടം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗാംബ്ലിംഗിലും സെയിം തന്നെയല്ലേ, നമ്മൾ നല്ല രീതിയിൽ നഷ്ടം സംഭവിക്കുന്നില്ലേ? എത്ര പേര് ലാഭം ഉണ്ടാക്കുന്നുണ്ട്? കുറച്ച് പേര് ലാഭം ഉണ്ടാക്കണല്ലോ, ബാക്കി എല്ലാവരും കമ്പനി കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇതിന്റെ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് എല്ലാം സ്റ്റോക്ക് മാർക്കറ്റ് ആയാലും ഗാംബ്ലിംഗ് ആയാലും പ്യുവർ ലക്ക് എന്ന് പറഞ്ഞൊരു ഫാക്ടറാണ്. ലക്ക് ഇല്ലെങ്കിൽ രണ്ടിലും റിസ്ക് ഉണ്ട്. ഓൾറെഡി 2 റിസ്ക് ആണ്. ലക്ക് എന്ന് പറഞ്ഞ ഫാക്ടർ സ്റ്റോക്ക് മാർക്കറ്റിലും ഉണ്ട്, അതുപോലെ തന്നെ ഗാംബ്ലിംഗിലും ഉണ്ട്. നമ്മൾ എത്രത്തോളം ഒരു സ്റ്റോക്കിനെ കുറിച്ച് പഠിച്ച് ഇട്ടിട്ടാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ മാർക്കറ്റ് ഒരു എന്താ പറയുക ഒരു യുദ്ധമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ടായാൽ അറിയും
ഞാൻ രണ്ടിലും കളിക്കാനാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒറ്റടി നമ്മുടെ സ്റ്റോക്ക് ഇടിഞ്ഞു പൊളിഞ്ഞു വരും, താഴത്തോട്ട് വരും. അപ്പോ നമ്മുടെ ചുറ്റുപാടിനെ അനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അത് നമുക്ക് മുൻകൂട്ടി പ്രൊഡിക്ട് ചെയ്യാനൊന്നും പറ്റില്ല. പെട്ടെന്ന് ഒരു യുദ്ധം വന്നു, അല്ല പെട്ടെന്ന് ഇത് വന്നു, നമുക്ക് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഗാംബ്ലിംഗിൽ പറയുന്ന പോലെ നമുക്ക് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഇതിലും നമുക്ക് എത്രത്തോളം സ്കിൽഡ് ആയാലും ലക്ക് എന്നൊരു ഫാക്ടറും കൂടി സ്റ്റോക്ക് മാർക്കറ്റിലും ഇതിലും കോമണാണ്. ശരിയല്ലേ? ഓക്കെ. അടുത്ത് വന്നിട്ട് അടുത്ത് നമ്മൾ എന്താ സൈക്കോളജിക്കലായിട്ടുള്ള ഫാക്ടറാണ്. ഇപ്പൊ നമ്മള് ബെറ്റിങ്ങിൽ എങ്ങനെയാണ്, നമുക്ക് പൈസ 10 രൂപ തൊട്ട് 100 രൂപ കിട്ടി, അടിപൊളി. അടുത്ത നമ്മളത് ഒരു 20 ടു കയറി. അതായത് നമ്മുടെ സൈക്കോളജിക്കലി നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ പറയാ, നമ്മുടെ അത്യാഗ്രഹം രണ്ടിലും കോമൺ ആണ്. ഇപ്പോ ഗാംബ്ലിംഗിലായാലും യുവറിന്റെ അത്യാഗ്രഹം അതുപോലെ തന്നെയല്ലേ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ അത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇതിനിപ്പോ സ്പെസിഫിക് ആയിട്ട് ടേം ഒക്കെ ഉണ്ട്, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറയും സ്റ്റോക്ക് മാർക്കറ്റിൽ. അതായത് ഇപ്പൊ നമ്മള് 2020 പാൻഡമിക് സമയത്ത് കുറച്ച് പൈസ ഇട്ടവർക്ക് ഒരുപാട് പൈസ കിട്ടിയെന്നൊക്കെയാണ് അവിടെ നിന്നാണ് സ്റ്റോക്ക് മാർക്കറ്റ് ബൂം ചെയ്ത് വന്നത്. ഞാൻ അന്ന് കയറിയ ആളാണ്. അപ്പൊ എന്താ നമ്മൾ അയ്യോ അന്ന് സ്റ്റോക്ക് ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ 10 രൂപയായനെ. ആ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ആ ഫാക്ടറാണ്. അതായത് നമ്മളെ ചിന്തിപ്പിക്കുകയാണ്, അയ്യോ അതിൽ കിട്ടുന്നത് ഞാൻ ഇപ്പൊ എത്രയാനെ, അല്ലെങ്കിൽ അന്ന് ഞാൻ മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയെങ്കിൽ ഇന്ന് ഇത്രയായനെ. നമ്മൾ ഇട്ടിട്ടില്ല. അപ്പൊ നമ്മളെ മിസ്സിങ് കാരണം ഇപ്പൊ നമ്മൾ എന്താണ് ആ സൈക്കോളജിക്ക് സംഭവം വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കിട്ടുന്നതും കൂടുതൽ കിട്ടാനും അല്ലെങ്കിൽ കൂടുതൽ മണി മൾട്ടിപ്ലൈ ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുപോലെ സൈക്കോളജിക്കലി തന്നെയാണ് എന്താണ് മറ്റേ ബെറ്റിംഗ് ആപ്പ് ആയതൊക്കെ നമ്മളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ കളിക്കുന്നത് ഈ സൈക്കോളജി കോമൺ ആണ്. സ്റ്റോക്കിലായാലും ബെറ്റിങ്ങിലായാലും സെയിം സൈക്കോളജിയാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അതാണ് എൻ്റെ മൂന്നാമത്തെ പോയിന്റ്. പിന്നെ ഇനി അത് ഞാൻ സമ്മറൈസ് ചെയ്ത് പറയാം. ഈ 3 പോയിന്റ് ഇത് സ്ട്രോങ് 3 പോയിന്റ് ആണ്. ഇതിൽ എതിർപ്പുള്ളത് ഇതിൽ പറയണം. കാരണം ഈ 3 കോമൺ ഫാക്ടേഴ്സ് ഇതാണ് ഡ്രിവൺ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റത് വന്നിട്ട് അൺഓർഗനൈസ്ഡ് ആണ്, ഒരു ഗവൺമെന്റ് ഇതിലോ ലീഗൽ അല്ല എന്നാണ് ഗാംബ്ലിംഗിൽ ഒരു പ്രശ്നമുള്ളത്. അത് വലിയ പ്രശ്നം തന്നെയാണ്, നമ്മുടെ പൈസയാണ് പോകുന്നത്. ഇത് വന്നിട്ട് സെക്യൂർ റെഗുലേറ്റഡ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് പറയുന്നത്. പക്ഷെ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രൊട്ടക്ഷൻ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു വ്യക്തി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആള് കടത്തിലേക്ക് പോകുന്ന കേസുകളുണ്ട്. അത് നമ്മൾ എത്രത്തോളം ന്യൂസിൽ വരുന്നുണ്ട്. അല്ലെങ്കിൽ അതിനുവേണ്ടി കൺട്രോൾ ചെയ്യാൻ ഗവൺമെന്റ് എന്തെങ്കിലും റെഗുലേറ്ററി ബോഡീസ് ത്രൂ ചെയ്തതായിട്ട് എനിക്ക് അറിവില്ല. ഉണ്ടെങ്കിൽ മനുഷ്യൻ ചെയ്യാൻ അത് നമ്മുടെ ന്യൂസുകളൊന്നും കണ്ടിട്ടില്ല. ഒരുപാട് സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടിലും പൈസ നഷ്ടപ്പെട്ട ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ലാഭം കിട്ടിയ ആൾക്കാർക്ക് കൂടുതൽ നഷ്ടപ്പെട്ട ആൾക്കാർ, അതായത് ഈ ക്വിക്കായിട്ട് ഇൻട്രാഡേ ട്രേഡിങ് അങ്ങനത്തെ ട്രേഡിങ് ഓപ്ഷൻ ട്രേഡിങ് ആ സംഭവമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ വന്നിട്ട് ഈ സംവിധാനം ട്രേഡ് ചെയ്യുന്ന ആളല്ല. ഞാൻ ലോങ് ഇൻവെസ്റ്റ്മെന്റ് രീതിയിൽ ഇട്ടിട്ടുള്ളതാണ്. എനിക്ക് ലാഭം കിട്ടിയിട്ടുണ്ട്. ഞാൻ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ പോർട്ട്ഫോളിയോ 2 തവണ ഫുൾ എടുത്ത് വിഡ്രോ ചെയ്ത് ലാഭം എടുത്തിട്ട് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷത്തെ നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ ഉണ്ട്. നമ്മൾ എത്ര രൂപ ഇട്ടു, എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം. അപ്പൊ ഇതാണ് എന്റെ ബേസിക് ഔട്ട്ലൈൻ. പിന്നെ പിന്നെ നമുക്കുള്ളത് ഈ സംഭവം, അതായത് ഇപ്പോ സ്റ്റോക്ക് മാർക്കറ്റിൽ ഞാൻ എന്താ പറയാ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ പറയുന്നത് ഗാംബ്ലിംഗ് ചെയ്ത നഷ്ടമാണ് പറയുന്നത്. അപ്പൊ ഈ എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? അതായത് ഒരു സെക്ഷൻ ആൾക്കാരുണ്ടല്ലോ ഗാംബ്ലിംഗ്, ഞാൻ ഗാംബ്ലിംഗ് ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്ന ആളായിട്ടുണ്ടല്ല. എന്തുകൊണ്ടാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ റിസ്ക് എടുക്കാൻ റെഡി ആയിട്ടുള്ള ആൾക്കാർ കുറെ പേരും ഗാംബ്ലിംഗ് കളിക്കാറ്? ഇതിനുള്ള ഒരു ആൻസർ ഈ വീഡിയോയുടെ അവസാനമായിട്ട് വെക്കണം. ഇത് വന്നിട്ട് സത്യം പറഞ്ഞ ഒരു ഫൺ ഫാക്ട് സംഭവം പോലെ എനിക്ക് തോന്നിയപ്പോൾ ചെയ്തതാണ്. അല്ലാതെ ഇത് വന്നിട്ട് വലിയ ആണവർക്കുന്ന സംഭവമൊന്നുമില്ല. എനിക്ക് തോന്നിയുള്ള കോമൺ ഫാക്ടേഴ്സ് ഇത് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ ഡിസിഗ്രി ചെയ്യുന്നുണ്ടോ? പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞ പോയിന്റ് എന്തുകൊണ്ട് ഗാംബ്ലിംഗിൽ ഹൈ റിസ്ക് പറയണ പോലെ ഇതിൽ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ട് ഗാംബ്ലിംഗ് ചെയ്തുകൂടാ? രണ്ടും ഹൈ റിസ്ക് ആണ്, രണ്ടിനും റിട്ടേൺ കിട്ടും. നിങ്ങൾ പറഞ്ഞ പോലെ സ്കില്ലിന്റെ ഒക്കെ ഗാംബ്ലിംഗ് ഒന്നും കിട്ടും എന്നൊക്കെ പറയാനോ. അതുകൊണ്ട് ആ ഒരു സംഭവം അതിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതാണ് വീഡിയോയുടെ കമന്റിൽ രേഖപ്പെടുത്തേണ്ടത്. എത്രത്തോളം ആളുകളാണെന്ന് അറിയില്ല. നമ്മുടെ ആവറേജ് വ്യൂ വന്നിട്ട് ഏകദേശം ഒരു 300-400 ഒക്കെയാണ്. പിന്നെ നമ്മൾ ഒരുപാട് സമയത്തിലാണ് പല വീഡിയോകളും അപ്ലോഡ് ചെയ്യാറ്. അപ്പോൾ എന്തായാലും കാണുന്ന ആൾക്കാർ ഇതിന്റെ വിലപ്പെട്ട കമന്റുകൾ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.